പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നെജു. നമ്മൾ പഠിക്കുന്നവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനും, ഇപ്പം നമ്മൾ ഒരു പെൻസിലിൻ്റെ മുന ചെത്തി മിനുക്കി വെക്കുന്നത് പോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി ഒന്ന് ഷാർപ്പാക്കി വെക്കാനുമുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അടുക്കളയ്ക്കകത്ത് പറയുന്ന ഒരു ഉപ്പ് കൂടിയാൽ എന്ത് ചെയ്യണം, മുളക് കൂടിയാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പോലെ പൊടിക്കൈകളെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മശക്തി ഒന്ന് ഷാർപ്പാക്കി വെക്കാനുള്ള ചില ചെറിയ ചെറിയ പൊടിക്കൈകളും കൂട്ടത്തിൽ ഓർമ്മശക്തി എങ്ങനെ അതേപടി നിലനിർത്താമെന്നുള്ള ചെറിയ ചെറിയ എൻ്റേതായ പൊടിക്കൈകളാണ്. ഇത് വേറെ ഒരു വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നത്തിൽ നിന്നൊന്നും എടുത്തതല്ല. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് നിങ്ങളെ ഒന്ന് നല്ല രീതിക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മൂന്നാല് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് നല്ല പ്രയോജനപ്പെട്ടു. അല്ലെങ്കിൽ ഒരു ടീച്ചറിന് തന്നെ, സെക്കൻഡ് റാങ്ക് മേടിച്ച് ജയിച്ച ഒരു ടീച്ചറിന് തന്നെ നല്ല പ്രയോജനപ്പെട്ടു. അല്ലെങ്കിൽ നല്ല മാർക്ക്, സെക്കൻഡ് റാങ്ക് തന്നെയാണോ ടീച്ചറിന് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല, മറന്നുപോയി, ഒത്തിരി നാളായി. അപ്പോൾ ആ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നിങ്ങളോട് പറഞ്ഞ് യൂട്യൂബിലൊന്ന് പറഞ്ഞു വെച്ചാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കരമായി കഷ്ടപ്പെടുന്നവർക്കോ ഇത് പ്രയോജനപ്പെടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആദ്യം ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മശക്തി എങ്ങനെ ഷാർപ്പാക്കി വെക്കാം പഠിക്കുന്ന ആ സമയത്ത് തന്നെ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പൊടിക്കൈ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അതിനധികം സ്ട്രെയിൻ കൂടാതെ എടുക്കാൻ പറ്റിയ, പ്രയാസം കൂടാതെ, എനിക്ക് ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ എന്ന് അറിയത്തില്ല, കാരണം ഞാൻ ഔദ്യോഗികമായിട്ട് പഠിക്കാൻ പോകാത്ത ഒരാളായതുകൊണ്ട് മാപ്പി ചോദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കയറി വരും. അപ്പം അധികം ആയാസം കൂടാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഭാഗത്തേക്ക് പഠിക്കുന്ന ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കാണാതെ പഠിക്കുമല്ലോ, ചെറിയ നാളെ സാറ് ചോദ്യം ചോദിക്കും, അപ്പോൾ അത് കാണാതെ പഠിച്ചുകൊണ്ട് ചെല്ലണം. അല്ലെങ്കിൽ നാളെ ടെസ്റ്റ് ഉണ്ട്, അപ്പം വലിയ ചോദ്യമാണ്, അത് നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ കുഴപ്പമില്ല. കോപ്പി അടിക്കാത്ത പിള്ളേരാണെങ്കിൽ, കോപ്പി അടിക്കുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കോപ്പി അടിക്കാത്ത പിള്ളേരാണെങ്കിൽ കാണാതെ പഠിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കുമ്പോൾ ഈ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ, എത്ര പഠിച്ചാലും ചിലപ്പോൾ നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. അപ്പോൾ അതിനൊരു ചെറിയ പൊടിക്കൈ, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊന്നുമുള്ളതല്ല, നമ്മൾ കാണാതെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറന്നു പോവുക പെട്ടെന്ന്. പിന്നെ പെട്ടെന്ന് ആ ബുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമല്ലോ, പെട്ടെന്ന് നോക്കിയാൽ പിന്നെയും കാണാൻ പഠിക്കാമല്ലോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു കവള് വെള്ളം കണ്ണടച്ച് പിടിച്ച് നമ്മൾ സാവധാനം കുടിച്ചിട്ട് സാവധാനം ഇറക്കി പിന്നെ അതൊന്നുകൂടെ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓർമ്മശക്തിയായിട്ട് നിൽക്കും. കാരണം നമ്മുടെ ശരീരത്ത് ജലം കിട്ടുമ്പോൾ നമ്മുടെ വായു സഞ്ചാരം കൂടും, ജീവവായു സഞ്ചാരം കൂടും. അപ്പം നമുക്ക് നല്ല ഉണർവ് വരും തലച്ചോറിന്. ഇത് സാവധാനം വേണം വെള്ളം കുടിക്കാൻ, സാവധാനം വേണം ഇറക്കാൻ, സാവധാനം വേണം ക്ലാസ് പോലും താഴെ വെക്കാൻ. നമ്മളൊരു യോഗ ക്ലാസ് പോലെ നമ്മൾ സാവധാനം എന്ന് പറയത്തില്ലേ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് അങ്ങനെ ആ പടം അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയാണ്. എന്നാലും ഞാൻ പറയാം, ഞാനും ആ പടം കണ്ടതായിട്ട് ഓർക്കുന്നില്ല, ഞാൻ കോമഡി പരിപാടിക്ക് അത് കണ്ടതാണ്.
ജഗതി ശ്രീകുമാറും വേറൊരാളും കൂടെ പ്ലെയിൻ ഓടിച്ചിട്ട് മറിഞ്ഞു അല്ല ട്രെയിൻ ഇടിക്കാൻ പോന്നു. അതുകൊണ്ട് എമർജൻസിയിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ സാവധാനം സലീം കുമാർ നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ ആ തമാശ സീൻ അതേപോലെ സാവധാനം ഗ്ലാസ് താഴെ വെക്കുക, സാവധാനം നമ്മൾ കുടിച്ചിട്ട് ഇറക്കുക. അപ്പം ജീവവായു സഞ്ചാരം കൂടും. അപ്പം തലച്ചോറിനകത്ത് ഓർമ്മ വയ്ക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ അപ്പുറത്തെ മുറി അമ്മ ടി വി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്തെ മുറി വലിയ ചേട്ടൻ കമ്പ്യൂട്ടറിൽ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ അയൽവക്കത്തെ ആൻറ്റി അപ്പുറത്തെ അങ്കിളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പം അവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. കതകും ജനലും എല്ലാം കൊട്ടി അടച്ച് ഭദ്രമായിട്ട് പഠിക്കാനിരുന്നാൽ അയ്യോ അവിടെ എന്തോ ആയിരിക്കും നടക്കുന്നത് എന്നുമ്പോൾ നമ്മൾ ഓടിപ്പോയി ജനലിൽ നോക്കണമെന്നല്ല, അല്ലെങ്കിൽ അമ്മയുടെ സീരിയലിൻ്റെ കഥയുടെ കാര്യം കേൾക്കണം എന്നല്ല. ആ ജനലടച്ച് പൂട്ടുന്നതിന് പകരം ജനലവിടെ തുറന്നു കിടക്കട്ടെ. നിങ്ങളതിനെക്കുറിച്ച് ബോധേടാവുകയേ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ജനലും കഥവും തുറന്ന് കിടക്കട്ടെ, അവരവിടെ പാട്ട് വെച്ചോട്ടെ. എന്നിട്ട് നിങ്ങളൊന്ന് പഠിക്കാനിരുന്ന് നോക്കൂ. നിങ്ങൾ ആ പഠിത്തത്തിൽ ശ്രദ്ധിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ, നിവിൻ പോളിയെ കൊണ്ട് ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തും. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ അടച്ചു കൂട്ടിയിരിക്കുന്നതിന് പകരം അപ്പുറത്തിപ്പുറത്തും ബഹളം നടക്കട്ടെ, അവിടെ അമ്മ സീരിയൽ കണ്ടോട്ടെ, വലിയമ്മച്ചി ഉണ്ടെങ്കിൽ സീരിയൽ കണ്ടോട്ടെ, അല്ലെങ്കിൽ ഷാലോൺ ടി വി കണ്ടോട്ടെ, എന്ത് വേണം കണ്ടോട്ടെ, കുഴപ്പമില്ല. ആ സൗണ്ടിനെ നമ്മൾ അടച്ചു പൂട്ടിയിടുമ്പോഴാണ് നമുക്ക് കൂടുതലൊന്നും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സാധനം പൂട്ടി വെച്ചിട്ടുണ്ട്, നീ അത് തുറന്നു നോക്കരുത് എന്ന് നമ്മൾ വീട്ടിലാരോടെങ്കിലും പറഞ്ഞാൽ, നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് അവൻ എന്നതായിരിക്കും അവിടെ കൊണ്ടുവെക്കാനുള്ള വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള, അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. എന്ന് പറഞ്ഞു പോലെ നമ്മൾ അടച്ചു പൂട്ടി പെരയ്ക്കകത്ത് അടച്ചു പൂട്ടി പഠിക്കാനിരിക്കുമ്പോൾ ഒന്ന് എല്ലാം തുറന്നു നോക്കാനുള്ള ഒരു വെപ്രാളം വരും. അപ്പം നമ്മുടെ ശ്രദ്ധ പിന്നെയും പോകും. അതായത് തുറന്നിട്ടേച്ച് പഠിക്കുവാണെങ്കിൽ അവർ പാട്ട് കേട്ടിട്ട് ഇച്ചിരി കഴിയുമ്പം ആ പാട്ട് നമുക്കും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആസ്വദിക്കാം. അതിലോട്ട് അങ്ങ് മുഴുകി പോകാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഒരു ഫീലിംഗ് കിട്ടും. അപ്പം നമുക്ക് തടസ്സമായിട്ട് തോന്നത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ നമ്മൾ എഴുതി പഠിക്കുമ്പോൾ തന്നെ ഒന്ന് ഇച്ചിരി ഉറക്കെ ഓരോ വരിയും എഴുതുമ്പോൾ ഇച്ചിരി ഉറക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഉറക്കെ ഒന്ന് വായിച്ചുകൊണ്ട് എഴുതുക. അപ്പം കേൾവി കിട്ടും, വായന കിട്ടും, കാഴ്ച കിട്ടും. ഈ മൂന്ന് പ്രകാരം നമുക്ക് പഠനം അവിടെ നടക്കുകയാണ്. എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. എഴുതി പഠിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ കൈയക്ഷരം നന്നാവും. ചിലപ്പോൾ നമ്മൾ എഴുതിയത് തെറ്റാണെങ്കിലും കൈയക്ഷരം നന്നായാൽ ചിലപ്പം അപൂർവം കേസുകളിൽ നമുക്ക് ചിലപ്പം 1-2 ആൻസർ തെറ്റാണെങ്കിലും കൈയക്ഷരം നല്ലതാണല്ലോ, മാർക്ക് നോക്കുന്ന ആൾക്ക് നല്ല വായിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത് അവർ ചിലപ്പോൾ 1-2 മാർക്ക് തന്നേക്കാം. സാധ്യതയില്ല. ഇതൊരു എൻ്റെ നിഗമനം മാത്രമാണ്. ദയവായി ആരും പരീക്ഷ നോക്കുന്നവരെ തെറ്റിദ്ധരിക്കരുത്. അപ്പം അങ്ങനെ ഇച്ചിരി ഒന്ന് വായിച്ചുകൊണ്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ, ചുമയുണ്ട്, എഴുതി പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ 2 കാര്യം ഞാനും പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി എന്നതാണ് അടുത്തത്? നിങ്ങൾ 20 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി പഠിക്കാനിരിക്കരുത്.
എല്ലാവരും വലിയ പഠിത്തക്കാരൊക്കെ പറയുന്നത് 45 മിനിറ്റ് വരെ പഠിക്കാനിരിക്കാമെന്നാണ്. പക്ഷേ 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്നാമതേ ഇഷ്ടമില്ലാത്ത വിഷയം, ഇഷ്ടം കുറഞ്ഞ വിഷയമാണെങ്കിൽ ഒട്ടും 20 മിനിറ്റിൽ കൂടുതൽ പഠിക്കാനിരിക്കരുത്. മാക്സിമം 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപം, പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പൃഥ്വിരാജിനായിരിക്കും ഇഷ്ടം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെൺകുട്ടികൾ മൊത്തം അങ്ങനെ ആണെന്നല്ല. പെൺകുട്ടികളാണെങ്കിൽ പൃഥ്വിരാജ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മറന്നുപോയി, ദുൽഖർ സൽമാൻ. ഇപ്പം ദുൽഖർ സൽമാനെയാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത്. ഇപ്പം പൃഥ്വിരാജൊക്കെ ഇച്ചിരി പുറകോട്ട് പോയി. ഒന്നാമതെ പൃഥ്വിരാജിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ പെൺകുട്ടികളൊക്കെ നിരാശയിലായി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ദുൽഖർ സൽമാൻ്റെ അയ്യോ അത് മറന്നുപോയി, ദുൽഖർ സൽമാൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ. പോട്ടെ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഉണ്ണി മുകുന്ദനുണ്ട്, ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ മുഖം ഓർക്കുക. നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദനെ ഇഷ്ടമാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ കർത്താവിൻ്റെ മുഖമായിരിക്കും ഇഷ്ടം. 15 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പാട്ടും കൂടെ കേൾക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പതുക്കെ 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 ശാന്തമായിട്ട് വരും. അപ്പം ശാന്തമായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സമയത്ത് വീണ്ടും പഠിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് അരമണിക്കൂർ നിങ്ങൾ വെറുതെ ഇരിക്കണമെന്നല്ല, ഒരു 5 മിനിറ്റത്തെ കാര്യമാണ് പറഞ്ഞത്, അത് പറയാൻ മറന്നു. 5 മിനിറ്റ് കണ്ണുമടച്ച്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേട്ടില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചെയ്യാം. കണ്ണടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തെ മുമ്പിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ടും കൂടെ കേൾക്കുക. അപ്പം നിങ്ങളുടെ ആ പഠിത്തത്തിൻ്റെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, നമ്മുടെ ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ എല്ലാം ഒരു പ്രഷർ കുക്കർ പോലെ പ്രഷറും മനസ്സിൽ കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നടക്കാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്പുകൾ എത്രണ്ണം പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ ദയവായി പരിഗണിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഈ ടിപ്പിന് കൊണ്ടുവരാൻ പറ്റും എന്ന് പൊടിക്കൈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് കയറി വരും. എന്നാൽ മമ്മൂട്ടി പറഞ്ഞ പോലെ 2ാം ക്ലാസ്സും കുത്തിയും പോലും ഇല്ലാത്തവനാണ് പറയുന്നത് എന്നും കൂടെ നിങ്ങൾ ഓർക്കണം. മമ്മൂട്ടിക്ക് മറ്റേ പടത്തിൽ 2ാം ക്ലാസ്സെങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് അതുമില്ല. മറ്റേ രാജമാണിക്യം പടത്തിൽ മലയാളം അല്ലാതെ വേറെ ഒന്നും നാവിൽ വരില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞതുപോലെ എനിക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷും കൂടെ കയറി വരും. അത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഞാനങ്ങ് പറഞ്ഞു പോകും, ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. ഒന്നാമത് ക്രിക്കറ്റ് കമൻറ്റ് കേട്ട് കുറച്ച് ഇംഗ്ലീഷ് പാവപ്പെട്ടവൻ പഠിച്ചു വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഷ്ടമുണ്ട്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്നൊന്നും ഓർക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ലോകത്ത് പഠിച്ചൊരു ജോലി മേടിക്കുക എന്നുള്ളതല്ല വലിയൊരു കാര്യം. അതിലേറെ സന്തോഷിക്കാൻ ഈ ലോകത്ത് പ്രകൃതി പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്, പലതും നമുക്ക് കണ്ടെത്താനുണ്ട്. നമ്മുടെ ജീവിതം ഒരു നിമിഷത്തെ ജീവിതമാണെങ്കിലും ആ ഒരു നിമിഷം സന്തോഷമായി ജീവിച്ചിട്ട് മരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും മരിക്കണ്ട, ഞാനൊരു തത്വം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏറ്റവും നന്നായി പഠിക്കാൻ നോക്കുക. അത് മാനസിക സമ്മർദ്ദം ഇല്ലാതെ പഠിക്കാൻ നോക്കുക, നമുക്ക് വേണ്ടി പഠിക്കാൻ നോക്കുക.
ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാതിരിക്കുക, ഒരു നല്ല മനുഷ്യനാകാൻ പഠിക്കുക എന്നുള്ള ഒരു ചെറിയ ഉപദേശമാണ്. ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം, എൻ്റെ നല്ല നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നീജു.